മുണ്ടക്കൈയിൽ തെരച്ചിൽ തുടരുകയാണ്. മുണ്ടക്കൈ സ്കൂളിന് സമീപമുള്ള ഒരു എസ്റ്റേറ്റിൻ്റെ ഒരു ക്വാർട്ടേഴ്സ് ഉണ്ടായിരുന്നു ഇവിടെ. ആ ക്വാർട്ടേഴ്സിൻ്റെ ഭാഗത്തു നിന്നാണ് ഇപ്പോൾ തെരച്ചിൽ നടത്തുന്നത്. ഈ ക്വാർട്ടേഴ്സിൽ ഫ്രാൻസിസ് എന്ന് പറയുന്ന ആളുടെ ഭാര്യയും മക്കളും ഒക്കെ താമസിച്ചിരുന്നു. ഫ്രാൻസിസ് നമുക്കൊപ്പം ഉണ്ട്. ഇവിടെ ഉണ്ടായിരുന്നു നിങ്ങൾ ആരൊക്കെ? എൻ്റെ വൈഫും പിന്നെ എൻ്റെ 2 മക്കളും പിന്നെ എൻ്റെ വൈഫിൻ്റെ ചേച്ചിയുടെ മോനും ഇവിടെ വിരുന്ന് വന്നിരുന്നു. പിന്നെ എൻ്റെ തൊട്ട റൂമിൽ എൻ്റെ അനിയനും വൈഫും 2 മക്കളുമായിരുന്നു ഇവിടെ ഉള്ള. കോട്ടേഴ്സായിരുന്നു. അപ്പോൾ വീണ്ടും തിരയാനുള്ള ഒരു കാരണം ഞാൻ തിരയാൻ ബോഡിയൊക്കെ കിട്ടിയിരുന്നു, അതിൻ്റെ എല്ലാ കാര്യങ്ങളും പറഞ്ഞു. പിന്നെ അതിൻ്റെ ഈ റിസൾട്ടും കാര്യങ്ങളും സർട്ടിഫിക്കറ്റും കാര്യങ്ങളും അത് തിരയാൻ വേണ്ടി വന്നതാണ്. അതാണ് ഇവിടെ തിരഞ്ഞോണ്ട്. അപ്പോൾ വൈഫിൻ്റെ ആധാരം കിട്ടി നാട്ടിലുള്ള. അത് അവൾ അവിടെ നിന്ന് അവിടെ കൊണ്ടുവച്ചതാണ്, ഞാനറിയില്ലായിരുന്നു. അപ്പോൾ അത് ഇപ്പോഴാണ് കിട്ടിയത്. ഞാൻ ഇവിടെ ഒരു സംശയത്തിൽ പറഞ്ഞതാണ്, ബാഗിലെ സൂക്ഷിച്ച് വെച്ചിരുന്നു. അത് നോക്കിയാൽ അപ്പോൾ അങ്ങനെ കിട്ടിയതാണ്. എല്ലാവരെയും കിട്ടി? എല്ലാവരും കിട്ടി. തെരച്ചിൽ ഇവിടെ ഇപ്പോഴും പുരോഗമിക്കുകയാണ്. അതായത് കൂടുതൽ രേഖകളുണ്ടോ എന്ന് നോക്കാനുള്ള തെരച്ചിലാണ് നടക്കുന്നത്. എല്ലാവരുടെയും ഇവിടെ കാണാതായ എല്ലാവരുടെയും മൃതദേഹം കിട്ടിയെന്നാണ് ഫ്രാൻസിസ് പറയുന്നത്. ഫ്രാൻസിസിൻ്റെ ഭാര്യയും 2 കുഞ്ഞുങ്ങളും അതുപോലെ അനുജൻ്റെ ഭാര്യ, കുഞ്ഞുങ്ങൾ, ഇവരൊക്കെയാണ് ഇവിടെ ഉണ്ടായിരുന്നത്. ഏതായാലും തെരച്ചിൽ പുരോഗമിക്കുകയാണ്.